ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആര് എന്ന് ചോദിച്ച ശിഷ്യന്മാര് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറഞ്ഞത്, എങ്കിൽ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ. അപ്പൊ നമുക്ക് കാണാൻ കഴിയും, ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്തും ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ സാധാരണ നമ്മുടെ സഭകളിലൊക്കെ പാവപ്പെട്ടവൻ എന്നൊക്കെ പറയുന്ന നിലയിലാണോ പറഞ്ഞേക്കുന്നത്? ഒരു പാവപ്പെട്ട സഹോദരൻ. ഈ പാവപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് മീനിങ് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ ആ നിലയിലല്ല കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തും ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് പിതാവിന് ഹിതമല്ല. ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ. അപ്പൊ ഞാൻ ആ ഭാഗം വായിച്ചപ്പോ ഈ ചെറിയവരിൽ ഒരുത്തൻ എന്നുള്ള ആ യൂസേജ് ശ്രദ്ധിച്ചു. അപ്പം എന്താണ് കർത്താവ് ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം? അത് അവിടെ തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ചെറിയവൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. തങ്ങൾക്ക് അഹങ്കരിക്കാനോ തങ്ങൾക്ക് ആശ്രയിക്കാനോ പൗലോസ് പറയുന്ന പോലെ എന്റെ ജഡത്തിൽ എനിക്ക് പ്രശംസിക്കാമെന്ന് വെച്ചാൽ എനിക്ക് വളരെ കാര്യങ്ങളുണ്ട് എന്ന് അറിയുകയും എന്നാൽ അതൊന്നും എടുക്കാതെ ക്രിസ്തുയേശുവിലുള്ള ഭാവം പോലെ ഉള്ള ഭാവത്തിൽ തങ്ങളെ തന്നെ താഴ്ത്താനും പ്രതികാരം ചെയ്യാതിരിക്കാനും അതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്താതിരിക്കാനും അപമാനിക്കപ്പെടുമ്പോൾ അത് സഹിക്കാനും ഒക്കെ തങ്ങളെ തന്നെ താഴ്ത്തുന്ന സഹോദരങ്ങൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ചെറിയവരിൽ ഒരുത്തൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ചെറിയവർ ഇങ്ങനെ താഴ്ത്തുന്ന, ഇങ്ങനെ പ്രതികരിക്കാത്ത, തങ്ങളെ ഒരുപക്ഷെ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന നീതിയോ ന്യായമോ അല്ലെങ്കിൽ അതുപോലുള്ള ബഹുമാനമോ അംഗീകാരമോ ആദരവോ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും അതിനെയൊന്നും കർത്താവിന്റെ നാമത്തിൽ അതൊക്കെ നഷ്ടപ്പെടുന്നതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ബഹുമാനത്തെ മനുഷ്യരുടെ ബഹുമാനത്തെക്കാളും വിലയേറിയതായിട്ട് എണ്ണുന്ന ഒരു വ്യക്തി, അവൻ ഈ ലോകത്തിൽ വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടും ചെറിയവനായിട്ടും തന്നെ അവൻ കാണത്തുള്ളൂ. ദൈവസഭയിലും അങ്ങനെയുള്ളവർ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ പ്രിൻസിപ്പിള് എന്ന് പറയുന്ന കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണല്ലോ. അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നവൻ, ഉച്ചത്തിൽ പറഞ്ഞ് കാര്യങ്ങളെ മറ്റെല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്നവൻ, തങ്ങളോടുകൂടെ അനുയായികൾ പലര് തങ്ങളെ നീതീകരിക്കാനായിട്ടുള്ളവർ, ഇവരൊക്കെയാണ് ശക്തന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവനെ ചൊല്ലിയാണ് ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുവോ? ഈ ചെറിയവരിൽ ഒരുത്തനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുമോ? എന്നാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഈ ചെറിയവരിൽ ഒരുത്തന് വേണ്ടി ദൈവത്തിന്റെ ഹൃദയം തുടിക്കുന്നു എന്നുള്ളത്. നമ്മള് അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള ഗാനത്തിൽ നമ്മൾ പാടുന്ന പോലെ അനുകമ്പാർദ്രമാം ആ ഹൃദയം എനിക്കായി തുടിച്ചിരുന്നു എന്ന് റാഫി പാസ്റ്റർ എഴുതിയിട്ടുള്ളത് പോലെ അങ്ങനെ ഈ ദൈവം നമുക്ക് വേണ്ടി കരുതുകയും ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്, സ്വർഗത്തിൽ അവരുടെ ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് അവിടെ എഴുതിയേക്കുക. അവൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, നമ്മളെ സൂക്ഷിക്കാനായിട്ട് ദൈവദൂതന്മാരുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒന്ന് തെറ്റി ഒഴിഞ്ഞു പോയാൽ, ആടുകളുമായിട്ട് ഉപമിച്ച് ദൈവജനത്തെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. ആടുകളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ല, എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു. അവിടെയൊക്കെയുള്ള ഈ ചെമ്മരി ആടുകളെ പോലുള്ള ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വിക്രമം പിടിച്ച ആടുകളെ പോലൊന്നും അല്ല. തല താഴ്ത്തി ഇങ്ങനെ എല്ലാ ഒരു കൂട്ടമായിട്ട് നടന്നു പോകും. നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ മുന്നേ ഗമിച്ചിടുന്ന ഗോവിന്റെ പുറകെ പിമ്പേ ഗമിച്ചിടുന്ന ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ അവരെ നയിച്ചുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ നമുക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണല്ലോ. കൂടുതലൊക്കെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ പാലസ്തീൻ പോലുള്ള അവിടെ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ആടിനോട് ഉപമിച്ച് ഇസ്രായേൽ ജനത്തെയും
അതുപോലെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചിന്തിച്ചു, ആടുകളെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് അവരോട് മനസ്സലിവ് തോന്നി അവരെ ഉപദേശിച്ചു തുടങ്ങിയ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ ആടുകൾ എന്ന് വിളിച്ചിരിക്കുന്നത് സർവ്വസാധാരണമായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആടിന്റെ ഉപമ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റിപ്പോയാൽ ആ അവയിൽ ഒന്ന് തെറ്റിപ്പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലമുകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും എന്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ ഒരു 3-4 കന്നാലികളൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ ഇതിങ്ങളെ ആലയിൽ കെട്ടിയിട്ട് വളർത്തുന്ന പോലെ അല്ല ഇവിടൊക്കെ ഞങ്ങൾ വളർത്തുന്നത്. വിശാലമായ മൈതാനങ്ങളും പുൽമേടുകളും കുന്നുകളും മലകളും ഒക്കെ ഉള്ളത് കൊണ്ട് രാവിലെ ഇതുങ്ങളെ ഇങ്ങ് അഴിച്ചുവിടും. പിന്നെ വൈകുന്നേരം പോയി ഇതുങ്ങളെ എതിരേറ്റോണ്ട് വരണം. നല്ല അനുസരണമുള്ള മൃഗങ്ങളാണെങ്കിൽ വൈകുന്നേരം ആകുമ്പം വീട്ടിന്റെ അടുത്ത് വരും, അല്ലാത്തതിന് തപ്പിപ്പോണം. അപ്പൊ എന്റെ ജീവിതത്തിലെ ഒരു ബഹുകാലം ഇതായിരുന്നു എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗം. നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികളെ എല്ലാം തെരഞ്ഞുകൊണ്ട് വരണം വൈകുന്നേരം ആകുമ്പോൾ, സ്കൂളിൽ പോയിട്ട് വന്നിട്ട്. അതൊരു ഈ കുന്നും മലയൊക്കെ പിന്നെയും കയറുക എന്നുള്ളത് ഒരു ദുഷ്കരമായ കാര്യമായിരുന്നു. എങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് അപ്പൊ അന്ന് അറിയാവുന്ന ദൈവങ്ങൾക്കൊക്കെ നേർച്ചയൊക്കെ നേർന്നുകൊണ്ടാ പോകുന്നത്. ദൈവമേ, ഈ പോകുന്ന പോക്കിൽ തന്നെ കാണണേ, എനിക്ക് വയ്യ, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ പോകുന്നത്. എന്നാൽ തന്നെ അതിനെ കണ്ടെത്തി കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം, അത് നിമിഷ നേരത്തേക്കുള്ള സന്തോഷമാണ്. കാരണം അടുത്ത ദിവസം വൈകുന്നേരം പിന്നെ ഈ നേർച്ചയൊക്കെ നേർന്ന് ദൈവത്തോടും പറഞ്ഞ് ഒക്കെ പോകേണ്ട ഒരു ഇതാ. കാരണം എവിടെ പോയി കണ്ടെത്താനാ ഇത് സഞ്ചരിക്കുന്ന ഒരു മൃഗത്തെ? അത് ഏതുവരെ പോകും എന്നുള്ളത്, തീറ്റ തിന്ന് എവിടം വരെ പോകും എന്നുള്ളതൊന്നും പറയാനായിട്ട് കഴിയത്തില്ല. അപ്പം ഏകദേശം ഇതിന്റെ ഒരു ഫീലിംഗ് എന്റെ ജീവിതത്തിൽ ഒത്തിരി നാളുകൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴ് ഇവിടെ പറയാണ്, ഒരെണ്ണം കാണാതെ പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലമുകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നിനെ കണ്ടെത്തുമ്പോഴുള്ള ഇത് എന്ന് പറഞ്ഞ. ഇത് ഇപ്പൊ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒന്ന്. ആടുകളാകുമ്പോൾ വലിയ കന്നാലികളെ പോലൊന്നും അല്ല. അവയെ മറ്റ് മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ, കുറുക്കന് അതുപോലുള്ള മറ്റു ഹൃസ്വ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവയ്ക്ക് ഇരയായി തീരാൻ ഇങ്ങനെയുള്ള പല സാധ്യതകളുണ്ട്. അപ്പൊ ഇതിനെ തെരഞ്ഞു പോകുമ്പം ഭയപ്പെട്ട് എന്റെ ആടിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഒരു ഇടയന്റെ ഹൃദയത്തെ ഇവിടെ കാണുകയാണ്. നമുക്കറിയാം, കർത്താവ് ഇടയനായിരുന്നെങ്കിലും നമ്മളെ നേടാൻ വേണ്ടി അദ്ദേഹവും ഒരു ആടായിട്ട് തീർന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആയി തീർന്നു എന്നുള്ള സത്യം നമുക്ക് അറിയാമല്ലോ. അപ്പം നമ്മുടെ അവസ്ഥയിലേക്ക് താണു വന്ന് നമ്മളോട് താതാത്മ്യം പ്രാപിച്ച് നമ്മളെപ്പോലെ ആയിത്തീർന്ന് നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിച്ച കർത്താവിന്റെ ആ വലിയ കൃപയോർത്ത് നമുക്കിന്ന് സ്തോത്രം ചെയ്യാം. എന്നിട്ട് ആടെന്നുള്ള നിലയ്ക്ക് നാം എന്തുമാത്രം പ്രധാനപ്പെട്ടവരാ ദൈവത്തിന് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളരെ സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല തെറ്റുകളുടെയും വീഴ്ചകളുടെയും അവിശ്വസ്തകളുടെയും ആ വീക്ഷണകോണിലൂടെ നമ്മളെ തന്നെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ പോലും പലപ്പോഴും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തികളായിട്ട് ഒരുപക്ഷെ നമുക്ക് നമ്മളെപ്പറ്റി തോന്നാമെങ്കിലും ദൈവം യേശുക്രിസ്തുവിലൂടെ നോക്കുമ്പം നമ്മളെ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. യേശുക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ അങ്ങനെയല്ല ദൈവം നമ്മളെ കാണുന്നത്, ദൈവം നമ്മളെ കരുതുന്നത്. നിശ്ചയമായിട്ടും നമ്മളെ വിലയേറിയവരായിട്ടും തന്റെ നിത്യമായ ആത്മാവ് നമ്മളിൽ വസിക്കുന്നവരായിട്ടും നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും നിയമിക്കപ്പെട്ടവരും ആണ് എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെയാണ് ദൈവം നമ്മളെ കരുതുന്നത്. അത് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പം അത് അവിശ്വാസികൾ എന്നുള്ളൊരു നിലയിൽ അതിനെ നമുക്ക് അവിടെയുള്ള 15-ാം അധ്യായത്തിൽ വായിക്കുന്ന ഉദാഹരണങ്ങളെയൊക്കെ കാണാമെങ്കിലും ആ അവിശ്വാസിയാകട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാകട്ടെ, രക്ഷിക്കപ്പെട്ട വ്യക്തിയാകട്ടെ, ദൈവം എന്തുമാത്രം വിലയാണ് നമുക്ക് കരുതുന്നത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നുള്ളതും, അതുപോലെ തന്നെ ദൈവം വിശേഷ അധികാരങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിലും ഭാവിയിൽ അതിനേക്കാളും വലിയ അധികാരങ്ങൾ കൈയാളാനായിട്ട് ദൈവം നിയമിച്ചിരിക്കുകയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് നിയമിച്ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ദൈവം എന്തുമാത്രം വലിയൊരു വിലയാണ്, മാന്യതയാണ്, നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല,
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ തന്നെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചേക്കുന്നത്. ഭയന്ന് 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 ആ ഒരു ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് സകല സ്വാതന്ത്ര്യത്തോടും കൂടെ കയറി ചെന്ന് എന്റെ പിതാവേ, എന്റെ അപ്പ എന്ന് വിളിക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ് കർത്താവ് നമ്മളെ നടത്തുന്നത് എന്ന് നമുക്കറിയാം. നാം മക്കളെന്ന് നാം പിന്നെയും റോമർക്ക് എഴുതുന്ന ലേഖനത്തിലുണ്ട്, ഗലാത്യ ലേഖനത്തിലും അതുകൊണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ എന്തുമാത്രം ഒരു 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 ശ്രേഷ്ഠമായ നിലയിൽ, ഒരു മക്കൾ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ കാൽവരിയാഗത്തിൽ നീതീകരണത്തിനായിട്ട് ആശ്രയിക്കുകയും അവന്റെ നീതി എന്റെ നീതിയാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെ പിതാവായ ദൈവം കരുതുന്നുവോ കാണുന്നുവോ അതേ ബഹുമാന്യതയും അതേ നിലയിലുള്ള ഒരു 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 ശ്രേഷ്ഠതയുമാണ് നമ്മളെക്കുറിച്ചും കർത്താവ് കാണുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന നീതി വസ്ത്രം ധരിച്ച് നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് തന്നെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം. അത് വളരെ വ്യക്തമാണ്. ആരെക്കുറിച്ചും ദൈവം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നതുമില്ല. രക്ഷിക്കപ്പെട്ടവരാകട്ടെ പെടാത്തവരാകട്ടെ ആരെക്കുറിച്ചും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് എല്ലാവരും ദൈവിക പരിജ്ഞാനത്തിൽ എത്തിച്ചേരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവിടെ വായിക്കുന്നു, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത് എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ ഒരു വാക്യം, അത് ചെറിയൊരു വ്യത്യാസം ഗലാത്യ ലേഖനത്തിൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു എന്ന് നമ്മൾ വായിക്കും. എത്ര ശ്രേഷ്ഠമായ ഭാഗങ്ങളാ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഒരുപക്ഷെ ആത്മീയമായിട്ട് എല്ലാ ഡോക്ട്രിനുകളും എല്ലാ മർമ്മങ്ങളും ഒക്കെ പഠിച്ചവനോ അറിഞ്ഞവനോ ഒന്നും ആയിരിക്കത്തില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയിൽ കർത്താവിനെ പ്രതി തങ്ങളെ തന്നെ താഴ്ത്തി ദൈവിക ക്രിസ്തുവിന്റെ പാതയിൽ നടക്കാനായിട്ട് ദൈവവചനത്തിനും ദൈവിക അധികാരത്തിനും കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റിപ്പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലമുകളിൽ ചെന്ന് തിരിയുന്നില്ലയോ, അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും. അപ്പൊ 99 പ്രാധാന്യമുള്ളതല്ല എന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അവര് വീട്ടിലുണ്ടല്ലോ. മൂത്ത മകനെ കുറിച്ച് പറഞ്ഞത്, നീ എപ്പോഴും വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ, എന്നാൽ തെറ്റിപ്പോയതിനെ തിരിഞ്ഞു കണ്ടെത്തി കഴിയുമ്പം പലപ്പോഴും എനിക്ക് എന്റെ ജീവിതത്തില് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ദിവസം, കാരണം ഓർമ്മ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ തപ്പി അല്ലെങ്കിൽ അന്വേഷിച്ച് എന്റെ ജീവിതത്തിലെ മണിക്കൂറുകൾ തിരയാറുണ്ട്. കാരണം എവിടെന്നെങ്കിലും ഒരു പേപ്പർ കൊണ്ട് ഒരു ദിവസം വെക്കും, അല്ലെങ്കിൽ ഒരു നെറ്റോ ബോൾട്ടോ കൊണ്ട് വെക്കും. അത് പിന്നെ നോക്കിയാൽ കാണുകയില്ല. പിന്നെ വീട് മുഴുവൻ അരിച്ചു പെറുക്കും, എന്നാലും അത് കാണത്തില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കർത്താവ് എന്റെ ജീവിതത്തിൽ ഈ മറന്നുപോയ കാര്യങ്ങൾ അന്വേഷിച്ച് എത്ര സമയമാ പോകുന്നത്. കാരണം നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. സംഗതി ശരിയാ, ഒരു 2 രൂപ കൊടുത്താൽ അതുപോലത്തെ ഒരു പിന്നോ ബോൾട്ടോ വല്ലോ കിട്ടും. എന്നാലും ഞാനത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇവിടെ പോയി. അപ്പൊ നോക്കിയാട്ടെ, അപ്പൊ നമുക്ക് ഒരിക്കലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ 3-4 ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്ന് എന്റെ മകളെ ഒരു കോളേജിൽ കൊണ്ട് ചേർക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഓമനിച്ച് വളർത്തുന്ന നായ ഞങ്ങളുടെ വീട്ടിലില്ല. ദിവസങ്ങൾ അതിനെ കാണാനില്ല. അത് ചത്തുപോയി എന്നുള്ള ഒരു നിലയിൽ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം, എന്നാൽ അത് പിന്നെ തിരിച്ചു വന്നു. എന്തുമാത്രം ഒരു ആശ്വാസമാ. എന്നാൽ അനുസരണം കേട്ട നായ പറഞ്ഞിടത്ത് വരത്തില്ല, ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ പോകത്തുള്ളൂ. ഇതൊക്കെ സത്യമാണ്. എന്നാലും അത് തിരിച്ചു വന്നപ്പം ഹൃദയത്തിലുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവുന്ന ഒരു സന്തോഷമല്ല. അങ്ങനെയാണെങ്കിൽ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയെന്ന് വചനത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിട്ടുള്ള നിലയിലുള്ള ഒരു ദൈവ പൈതലിനെ കർത്താവ് എത്ര പ്രാധാന്യമുള്ളവനായിട്ട് കരുതുന്നു എന്ന് ഞാൻ ഓർക്കുമ്പം എന്റെ ഹൃദയം നിറയുക. പ്രിയപ്പെട്ടവരെ, നമ്മള് കേവലം അടിമകളല്ല,
കേവലം തിന്മയ്ക്ക് വേണ്ടിയും കുറെ കുറെ കഷ്ടതകൾ സഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നമ്മളെ മാനപാത്രങ്ങളാക്കി ദീർഘക്ഷമയോടെ സഹിച്ച ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത്, കരുണാപാത്രങ്ങളാക്കി നമ്മളെ തീർത്ത്, ആ മാനപാത്രങ്ങളാക്കി തീർത്ത ആ ദൈവത്തിന്റെ വലിയ ദയയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്ന് അങ്ങനെ ഈ ചെറിയൊരു അത് അല്ല അതെ, അങ്ങനെ ഈ ചെറിയൊരു നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഇനിയും തൊട്ട് ഒരു കാര്യം നമ്മൾ പറയരുത്, എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് തോന്നും, എന്റെ ഭാര്യ മക്കളും ഒന്നും ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ തോന്നും, അല്ലെങ്കിൽ ലോകത്ത് എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആരും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുകയും, നേരത്തെ പറഞ്ഞതുപോലെ അനുകമ്പാദ്രമാം ഹൃദയം എനിക്കായി തുടിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടി തുടിക്കുന്ന സ്നേഹസമ്പൂർണനായ, സൽഗുണപൂർണനായ ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ആരുമില്ല എന്ന് നമ്മൾ ദയവ് ചെയ്ത് പറയരുത് എന്നുള്ളതാണ് എനിക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ പിതാവുണ്ട്, നമ്മളെ അനുകമ്പാർദ്രമായി കരുതുന്ന ദൈവമുണ്ട്. ഈ വ്യക്തി തന്നെ എനിക്കറിയാം, ആലപ്പുഴയിലുള്ള ഒരു കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഈ പാട്ട് എഴുതിയ വ്യക്തി. എന്നാൽ ദൈവത്തിന്റെ വചന നിമിത്തവും ദൈവത്തിന്റെ വചനത്തിലെ സത്യനിമിത്തവും അദ്ദേഹം ആ സ്ഥാനമൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഒരു ദൈവവചനമൊക്കെ കുറച്ച് പഠിച്ച് ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് വേല ചെയ്യുമ്പം ഒരു പ്രാവശ്യം അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാനായിട്ട് കടന്നു വന്നു. ഈ പാട്ടൊക്കെ പാടി അദ്ദേഹം അന്ന് ഇവിടെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു സഭയില് ഒരു പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളരെ ഞെരുക്കത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന സാഹചര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപക്ഷെ ലാഭമായിരുന്നത് ഒക്കെ ഛേദമെന്നെണ്ണി ഈ കഷ്ടതയും പ്രയാസവും ഞെരുക്കവുമുള്ള ജീവിതം അദ്ദേഹം തെരഞ്ഞെടുത്തു. കാരണം ഈ ലോകത്തിലുള്ള ചില ആൾക്കാരുടെ കരുതലിനേക്കാളും ഉപരിയായിട്ട് ഈ അനുകമ്പാദ്രമായി തുടിക്കുന്ന ഈ ഹൃദയത്തെ മനസ്സിലാക്കാനും ആ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാനും ഇടയായി തീർന്നതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾക്ക് ആർക്കും എനിക്ക് ആരുമില്ല എന്ന് പറയാനായിട്ട് ഇടയായി തീരത്തില്ല എന്നുള്ളതാണ്. നോക്കിയാട്ടെ, അടുത്തത് ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്നുള്ളതാ പറയുന്നത്. അത് നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഈ ക്ലബ് ഹൗസിലെ തീവ്രേറിയ വാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിഴയ്ക്കേണ്ടി വരും, പിഴയ്ക്കാത്തവരും പിഴച്ചു പോകും എന്നൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ മനസാക്ഷി നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായും നിർമ്മലമാക്കി വെക്കാൻ കഴിയാത്ത പോലെ ദാവീദ് പോയി ശൗലിന്റെ അങ്കിയുടെ അറ്റം മുറിച്ചു എന്ന് പറയുന്ന പോലെ അധികമൊന്നും മുറിക്കുന്നില്ല, കഴുത്തിലൊന്നും വെട്ടുന്നില്ല, എന്നാൽ ചില അങ്കിയുടെ അറ്റമൊക്കെ ചിലപ്പോൾ നമുക്ക് മുറിക്കേണ്ടി വരുന്നുണ്ട്. പല വാദപ്രതിവാദങ്ങളിലും ഒക്കെ പോകുന്ന പലർക്കും അറിയാം. അവരുടെ ചില അങ്കിയുടെ അറ്റം എങ്കിലും മുറിച്ച് അതിന്റെ അറ്റം പോക്കറ്റിൽ എത്ര പേരുടെ അങ്കിയുടെ അറ്റം ഉണ്ടെന്ന് നമ്മളിനി തപ്പി നോക്കി വെച്ചാൽ മതി. നമ്മള് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പം ഇവിടെ പറഞ്ഞേക്കാണ് ക്ഷമിക്കണം. നമുക്കറിയാം, സാധാരണഗതി നമ്മള് എന്തെങ്കിലും പറഞ്ഞ് ഇന്ന ബ്രദർ എന്നോട് പറഞ്ഞ പോട്ടെ, അവൻ അന്നേരത്തെ സമ്മർദ്ദം കൊണ്ട് അങ്ങ് പറഞ്ഞതാ പോട്ടെ, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങളും അവന് മനസ്സിലാകാത്തത് കൊണ്ട് പറഞ്ഞതാ പോട്ടെ എന്ന് നമ്മൾ സമാധാനിക്കുന്നവരാ കൂടുതലും. ഞാനും അങ്ങനെ സമാധാനിക്കുന്ന വ്യക്തിയാവോ, ഇതിനേക്കാളും രൂക്ഷമായിട്ടൊക്കെ ഞാനും പറഞ്ഞിട്ടില്ലേ, പോട്ടെ, അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞതാ പോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലൊക്കെ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം. അതിനേക്കാൾ കൂടുതലൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കത്തില്ല. വിചാരിച്ചാൽ നമുക്ക് തന്നെ പ്രശ്നം. ആർക്കെങ്കിലും എതിരെയുള്ള എന്തെങ്കിലും ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിച്ചാൽ ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നോ അവനല്ല പ്രശ്നം, ഈ സൂക്ഷിക്കുന്നവനാ പ്രശ്നം. അത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഫോടകാത്മകമായ നമ്മളെ തന്നെ നശിപ്പിച്ചു കളയാൻ കഴിയുന്ന സാധനങ്ങളൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കരുത് എന്നുള്ളതാണ് നമ്മുടെ എനിക്ക് അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ അനുഭവവും എനിക്കത് പറയാനുള്ളതായിട്ടുള്ള കാര്യവും. അപ്പോ നമുക്കിവിടെ കാണാം, പല ഭാഗത്ത് നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ ഈ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം, അതുപോലെ മറ്റു പല ദൈവവചന ഭാഗങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. നമുക്കറിയാം, തുടർന്നുള്ള 19-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഒരു ഭാര്യ അവിശ്വസ്തയായി തീർന്നാൽ അവളെ പരസംഗ നിമിത്തം ഉപേക്ഷിക്കാമെന്ന് പറയുന്ന കാര്യം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇവിടെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണോ കർത്താവ് ഈ പറയുന്നത്? അല്ലെങ്കിൽ ഈ നേരത്തെ നമ്മൾ വായിച്ചതുപോലെ 2-ഓ 3-ഓ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ എന്തിനാ കൂടുന്നേ?
അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാ കൂടുന്നത്. അപ്പം ഇത് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഈ പറഞ്ഞേക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. കർത്താവിന്റെ മറ്റ് ടീച്ചിങ്ങുകളും ഒക്കെ വെച്ച് നോക്കുമ്പം അവിടുത്തെ പ്രാഥമികമായ ഉദ്ദേശം എക്സ്കമ്മ്യൂണിക്കേഷൻ അല്ല, മറിച്ച് അവന്റെ റെസ്റ്റോറേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭാര്യ തെറ്റിപ്പോയാലും അതുകൊണ്ട് ഇതിങ്ങനെ എഴുതിയേക്കുന്നത് കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കാമെന്നല്ല പറയുന്നത്. എനിക്ക് പരിചയമുള്ള തന്നെ പല സഹോദരങ്ങളുണ്ട് ഇത്തരം അവിശ്വസതകൾ ഉണ്ടായി പോയെങ്കിലും അവര് ദൈവ സ്നേഹത്തിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ എനിക്ക് പലരെ അറിയും. അത് ഇടപെടാനായിട്ട് എനിക്കും ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക, ക്രിസ്തുവിൽ ക്ഷമിക്കുക. ക്രിസ്തുവിൽ എത്ര വലിയ ഘോരപാപമാണെങ്കിലും, എത്ര വലിയ ഇടർച്ചയാണെങ്കിലും, എത്ര വലിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതുപോലുള്ള അവിശ്വസ്തമായ കാര്യങ്ങളാണെങ്കിലും അതൊന്നും ക്ഷമിക്കാൻ കഴിയാത്ത കർത്താവല്ല. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള അധികാരവും സാധ്യതയും ഉണ്ട് എന്നുള്ളത്. ഈ കെട്ടുകയും അഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 2-3 പേർ നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രാർത്ഥനയ്ക്ക് കൂടുമ്പം കർത്താവ് അതിന്റെ നടുവിലുണ്ട് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. എന്നാൽ തന്നെ അതിന്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ തിരികെ കൊണ്ടുവരാനും അവരെ ക്ഷമാപൂർവ്വം മടക്കി കൊണ്ടുവരാനും ഉള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് പ്രാഥമികമായിട്ട് തന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ന് അവിടെ പറഞ്ഞിട്ട് നീയും അവനും മാത്രം ഉള്ളപ്പോൾ, അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം? നമുക്കറിയാമല്ലോ ഇന്നത്തെ ഒരു പ്രശ്നം, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തമ്മിൽ ഹൃദയപരമായിട്ട് 1 to 1 സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയാ ബ്രദറെ. എന്നാൽ രണ്ടുപേരും നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവരും കൂടെ നമ്മളെ നോക്കിയിരിക്കുന്നല്ലോ എന്നുള്ള വാശിക്ക് നമ്മൾ പലതും ക്ഷമിക്കത്തില്ല. അങ്ങനൊന്നും അല്ല, നമ്മൾ അവിടെ കിടന്ന് ഉരുളാൻ നോക്കും പലപ്പോഴും. കാരണം അവിടെ നമ്മളെ ഭരിക്കുന്നത് ഈ കേട്ടിരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നമ്മുടെ ഇമേജ് തകർന്നു പോകും എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് പലപ്പോഴും വരും. ഞാനങ്ങ് സമ്മതിച്ചാൽ വടി കൊടുത്ത് അടിമേടിക്കുന്ന പോലെ ആകുമോ എന്നൊക്കെ പേടിച്ച് പലപ്പോഴും. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ്, സഹോദരൻ നിന്നോട് പിഴച്ചാൽ ഹൃദയത്തിൽ അങ്ങ് ക്ഷമിച്ചാൽ പോരെ, പിന്നെ എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തോട് പറയുന്ന കാര്യം. അപ്പം ക്ഷമ എന്ന് പറയുന്നത് പോട്ട സാരമില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ എന്ന് പറയുമ്പം പോട്ട സാരമില്ല എന്നുള്ളത് നമ്മുടെ വിശാല ഹൃദയത്തിൽ അങ്ങ് ക്ഷമിച്ച് മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല, ഈ ക്ഷമിക്കുന്നതിൽ കൂടെ നമ്മളെയും ഏത് വ്യക്തി നമ്മളെ പ്രകോപിപ്പിച്ചോ ആ വ്യക്തിയുടെ ജീവിതത്തിലും ചില വ്യതിയാനങ്ങൾ വരുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില വ്യതിയാനങ്ങൾ വരുത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, അവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അപ്പം ഈ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ അവൻ മാത്രം ഉള്ളപ്പോൾ ചെന്ന് എന്ന് പറയുമ്പം ഇത് പറയേണ്ട കാര്യം എന്താ? അതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ക്ഷമിച്ചാ പോരെ, പറയാതിരുന്നാ മതി, അത് പറയേണ്ട ആവശ്യം എന്താ? അതെ, നമ്മൾ പലരും പല കാര്യങ്ങളും കുഴിച്ചു മൂടുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടൊക്കെ ക്ഷമിച്ചോ നമ്മൾ ക്ഷമിച്ചതിന്റെ പ്രയോജനമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താ? കർത്താവ് പറഞ്ഞ ചില പ്രൊസീജിയർ നമ്മൾ പിന്തുടർന്നിട്ടില്ല. അപ്പം ഒരാൾ പറഞ്ഞത് ഹർട്ട് ചെയ്തു, അങ്ങ് പോട്ടെ, ക്ഷമിച്ചു, നമ്മൾ ഭരിക്കുന്നുമില്ല, സത്യമാണ്. എന്നാൽ നമ്മൾ ഈ ക്ഷമിച്ചത് കൊണ്ടുള്ള നന്മ അവൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവനോട് പോയി പറയണം എന്നാ പറഞ്ഞേക്കുന്നത്. അത് അവൻ നമ്മളോട് വന്ന് പറയുമ്പോ സമയം വരെ കാത്തിരിക്കുക എന്നുള്ളതല്ല. സഹോദര സ്നേഹത്തിൽ, സഹോദര ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പം എനിക്കത് വിഷമം ഉണ്ടായി സഹോദര, അത് ദൈവസ്നേഹത്തിൽ ഞാൻ ക്ഷമിച്ചു, എന്നാലും എന്റെ സഹോദരൻ അതൊന്ന് മനസ്സിലാക്കണം. ആ നിലയിലുള്ള വർത്തമാനങ്ങളും ആ നിലയിലുള്ള കാര്യങ്ങളും പറയരുത്, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യരുത് എന്റെ ബ്രദറെ എന്ന് പറയാനായിട്ട് കൂടെ നമ്മൾ മെനക്കെടണം. അത് മെനക്കേടുള്ള പണിയാണ്. കാരണം ഒരാളോട് നമ്മുടെ ഹൃദയത്തിൽ ഇച്ചിരി പ്രയാസം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഈഗോയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ ഞാൻ എന്നെ പോലെ ഒരാൾ, ഞാൻ വലിയ എല്ലാം ക്ഷമിക്കുന്നവനാണെന്നുള്ളൊരു ഇമേജ് കട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അറിയാതെ ഞാൻ പലപ്പോഴും അല്ല ബ്രദറെ, പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തു, ആന്നാ ബ്രദറെ ഫീൽ ചെയ്തു, എന്നാ ബ്രദർ എന്നോട് ക്ഷമിക്ക് എന്ന് ആ സഹോദരന് പറയാനും അത്തരം സംസാരങ്ങൾ തുടർന്നു പോകാനായിട്ട് സാധ്യതയില്ലാത്തതുമായ ഒരു ലെവലിലേക്ക് ആ സഹോദരനും കൂടെ റിസ്റ്റോർ ചെയ്യപ്പെടണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പോയി പറയേണ്ട കാര്യമില്ല. അപ്പം പറഞ്ഞേക്കുക, നമ്മൾ വേറൊരു ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം ആദ്യ ഭാഗത്ത് വായിച്ച, നിനക്ക് സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ നിന്റെ വഴിപാട് അവിടെ വെച്ചേച്ച് അവനോട് പോയി നിരക്കുക. അപ്പൊ അവൻ വന്ന് നിരക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്, നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും കഠിന വാക്കുകളൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേരോ ഊരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നമുക്കറിയാത്ത ചില സഹോദരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? എന്നാൽ പറഞ്ഞേക്കുന്നത് നീ അവനോട് പോയി പറയണം. ആരും ഇല്ലാത്ത സമയത്ത് അവനോട് പോയി ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് നീ അവനോട് പറയണം, ബ്രദറെ
ഇങ്ങനെ കാര്യങ്ങൾ. കാരണം തങ്ങളുടെ ഈഗോയും തങ്ങളുടെ തെറ്റ് തെറ്റാന്ന് സമ്മതിക്കാനായിട്ട് മനസ്സുമില്ലാത്ത വ്യക്തികൾ പലപ്പോഴും ഇത്തരം ഒരു നിലപാടിലേക്ക് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നീ എന്നോട് ക്ഷമിച്ചില്ലേലും ഒരു കുന്തവും ഇല്ല, നീ അങ്ങനെ തന്നെ നടന്നു എന്ന് നമ്മുടെ ഈഗോയിൽ നമ്മൾ പറയുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത്, നീ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. ഒരുപക്ഷെ കുറ്റം ബോധം വരുത്താൻ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഫീൽ ചെയ്ത് അസ്ഥാനത്താണ് അവൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചതും പറഞ്ഞതെന്നും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ വാക്ക് കേൾക്കാഞ്ഞാലോ, വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഭാഗത്തിന്റെ ഉദ്ദേശം സഹോദരനെ നേടുകയാ, അല്ലാതെ സഹോദരനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ എഴുതിയേക്കുന്നത്. സഹോദരനെ നേടി, സഹോദരനെ നേടണം. അവൻ തെറ്റിദ്ധാരണയിലും ശത്രുത്വത്തിലും കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിശാച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തിയോട് ചേർന്നിരിക്കാതെ അകന്നകന്ന് നിൽക്കുകയും പരസ്പരം സംശയിക്കുകയും പേടിക്കുകയും ചെയ്യണം എന്നൊക്കെയാ പിശാച് ദൈവരാജ്യത്തെ ശിഥിലമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമെന്നും അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ ഇതാക്കേണ്ടത്. എത്ര ഇതായിട്ടുള്ള സഹോദരനോടാണെങ്കിലും നിരപ്പ് പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മളാണ് വേദനിച്ചതെങ്കിലും നമ്മൾ തന്നെ അവന് ബോധം വരുത്തണം എന്നുള്ള നിലയിലാണ് ഇവിടെ പറഞ്ഞത്. കേൾക്കാഞ്ഞാലോ, 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന്. അത് നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലും ഇതിനെക്കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക, അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനുവർത്തിച്ചു വന്നിരുന്ന ഒരു കീഴ്വഴക്കങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2-3 പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് പറയുക. കൂട്ടിക്കൊണ്ട് ചെന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കാത്തവന്, അപ്പൊ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാകുമല്ലോ ഇതാണ് സാഹചര്യം. കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അംഗീകരിക്കാത്തവന് സഭയോട് പറയുക. അപ്പം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും സഭയ്ക്ക് ഇതുപോലെ ആര് രക്ഷിക്കപ്പെടണമെന്നും ആര് നശിച്ചു പോകണമെന്നും തീരുമാനിക്കാനുള്ള പവർ എല്ലാം കൊടുത്തേക്കാണ് എന്നുള്ള ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. എന്നാൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവവചനപ്രകാരം നിലനിൽക്കുന്ന ഒരു ദൈവസഭയ്ക്ക് അതിനുള്ള ചില അധികാരങ്ങളും ഉള്ളതായിട്ട് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു. 1 ഒരു ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, 5-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനും അതുപോലെ പറവട്ടം പറഞ്ഞിട്ട് മാനസാന്തരപ്പെടാത്ത ഒരുത്തനെ കുറിച്ചും അവിടെ റെഫറൻസസ് ഉണ്ട്. അത് നിങ്ങളെല്ലാം കൂടി വരുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ ആത്മാവ് ഒരുമിച്ച് ചേർന്നിട്ട് ജഡസംഹാരത്തിനായിട്ട് അവനെ പിശാചിനെ ഏൽപ്പിക്കണം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ പിശാചിനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ മക്കൾക്ക്, ദൈവസഭയിലായിരിക്കുന്നവർക്ക്, അവരറിഞ്ഞില്ലെങ്കിലും ആണെങ്കിലും അറിയാതെ ആണെങ്കിലും അവരുടെ മേലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവികമായൊരു പ്രൊട്ടക്ഷൻ അവരുടെ മേലുണ്ട്. ശത്രുവിന് അങ്ങനെ വന്ന് കടന്നാക്രമിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ വേലിക്കെട്ടിന്റെ ഉള്ളിലാ നമ്മള്. ദൈവം അനുവദിക്കാതെ നമ്മളെ ഒരു നിലയിലും തെറ്റായി ബാധിക്കാനായിട്ട്, തെറ്റായ നിലയിൽ ആക്കി തീർക്കാനായിട്ട് പിശാചിന് കഴിയത്തില്ല. ദൈവഹിതത്താലല്ലാതെ, ദൈവത്തിന്റെ അറിവിനാലല്ലാതെ. അതും വചനത്തിൽ വായിക്കുന്ന തിന്മകളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്. പാപകരമായ സാഹചര്യം നമുക്ക് തന്നിട്ട് പാപത്തിൽ വീഴുവോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം അങ്ങനെ പാപം കൊണ്ട് ഒരു വ്യക്തിയെ പരീക്ഷിക്കുന്നില്ല. എന്നാൽ ഭാരങ്ങളുണ്ട്. മുറുകെ പറ്റുന്ന പാപം ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നാൽ എല്ലാ ദൈവഭക്തന്മാർക്കും അവർ ഭാരങ്ങളിലൂടെ, ട്രയൽസിലൂടെ അവർ കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നോക്കിയാട്ടെ. അപ്പം ഇങ്ങനെ രണ്ടുപേരും അത് പഠിച്ചതും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം മാനസാന്തരം, എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തുകയും ദൈവസഭയുടെ പ്രാർത്ഥനയിൽ നിന്ന് അവൻ മാറി പെട്ടെന്ന് ലോകത്തിലേക്ക് അവൻ ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഭീകരത അവൻ മനസ്സിലാക്കുകയും അവൻ മാനസാന്തരപ്പെട്ട് കരഞ്ഞ് അവൻ തിരിച്ചു വരാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പം ദൈവസഭ പിന്നെ തീരുമാനിക്കുകയാണ് ഇവൻ പുറജാതിക്കാരനെ പോലെയും അവിശ്വാസിയെ പോലെയും, അവിടെ പറഞ്ഞ
ഇവിടെ കൂട്ടൊക്കെ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അന്നത്തെ ചുങ്കക്കാരെ ഒന്നും കൂട്ടത്തിൽ കൂട്ടുന്ന ആൾക്കാരല്ലായിരുന്നു വ്യഭിചാരികളും ചുങ്കക്കാരും എന്നുള്ളത് നമുക്ക് ഉപയോഗം അറിയാമല്ലോ. അതുപോലെ തന്നെ അവൻ പുറജാതിക്കാരൻ, അകന്നു നിൽക്കുന്നവൻ, ദൈവ പ്രമാണത്തിന് കീഴ്പ്പെടാത്തവൻ എന്നുള്ളത് പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നേക്ക് തള്ളിക്കളയാനല്ല പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞേക്കുന്നത് അവന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അവന്റെ മാനസാന്തരത്തിന് വേണ്ടി. എന്നാൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനുള്ള ആ പ്രൊവിഷൻ അവൻ ഉപയോഗിക്കുന്നില്ലാത്ത ഒരവസ്ഥയിൽ അവൻ നിനക്ക് അപ്പം ആ ദൈവസഭ പ്രാർത്ഥനയോടെ തീരുമാനിക്കുന്നു. പ്രത്യക്ഷമായി വിശുദ്ധന്മാർക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യം. ഇന്നത്തെ രാഷ്ട്രീയ ആത്മീയരെ കുറിച്ചല്ല പറയുന്നത്. ആത്മാർത്ഥമായിട്ട് അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റെന്ന് ബോധ്യപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്, അല്ലെങ്കിൽ ദൈവസഭയിലെ ഒരു മൂപ്പന്മാർക്ക്, അതിന്റെ ദൈവം അധികാരം ഏൽപ്പിച്ചിട്ടുള്ളവർക്ക്, അവര് തീരുമാനിക്കുന്നത് അത് ദൈവവും അനുകൂലിക്കുന്നു, ദൈവവും തീരുമാനിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് അവർ പറയുന്നു എന്ന അർത്ഥത്തിലല്ല. ഇതുപോലൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനായിട്ട് അവസരം ഒരുക്കുകയും അപ്രകാരം ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അത് അവന്റെ മടങ്ങി വരവിന് തന്നെ ഇടയാക്കി തീർക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കും. നോക്കിയാട്ടെ, എന്നിട്ടാ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കെട്ടുന്നതൊക്കെയും, അത് കർത്താവിന്റെ ദാസൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് കെട്ടുന്നത്, എന്താണ് അഴിക്കുന്നത്? നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരങ്ങളെ ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരാനും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? നിങ്ങൾ കെട്ടുന്നത് എങ്ങനെയാ? പ്രാർത്ഥനയാൽ ആ സഹോദരന് വേണ്ടി ഹൃദയം തകർന്ന് അവനെ ദൈവസന്നിധിയിൽ അവന്റെ മാനസാന്തരത്തിനായിട്ടും മടങ്ങിയതായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്ക് കൂടാനായിട്ട് കഴിയും. നിങ്ങൾ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, അപ്പൊ നമ്മൾ ഇതും ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ജനറലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. രണ്ടുപേർ ഐകമത്യപ്പെട്ടാൽ, യഥാർത്ഥമായി ഐകമത്യപ്പെട്ടാൽ അത് നിശ്ചയമായിട്ടും സ്വർഗസ്വനായ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. എന്നാൽ ഇവിടുത്തെ കോണ്ടസ്റ്റും വെച്ചും കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവനാമത്തിന് വിരോധമായിട്ടും പിന്നത്തേതിൽ ആയിത്തീരുന്ന, പിന്മാറ്റത്തിൽ പോയി ആയിത്തീരുന്ന ദൈവത്തിന്റെ മക്കളെ കുറിച്ച് മരണം വരെ അവന് മാനസാന്തരപ്പെടാൻ സമയമുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഐകമത്യപ്പെട്ടാൽ, അത് ഞാൻ രക്ഷയോടുള്ള ബന്ധത്തിലാണ്, മടങ്ങിവരവിലുള്ള ബന്ധത്തിലാണ് എന്ന് ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം രക്ഷിക്കപ്പെട്ട ആർക്കും കർത്താവെ അവൻ നശിച്ചു പോകട്ടെ, നിത്യനരകത്തിൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന തീരുമാനം. അതൊന്നും നരകത്തിൽ പോകുകയോ സ്വർഗത്തിൽ പോകുകയോ എന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിധിക്കാനായിട്ട് കഴിയുമെന്നുള്ള ഒരു അർത്ഥം അവിടെ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ശ്രീമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചാൽ ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, അപ്പൊ യാചിക്കുന്നത് എന്തിനു വേണ്ടിയാ? സഹോദരന്റെ റെസ്റ്റോറേഷന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. രണ്ടോ മൂന്നോ പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നത് എന്തിനാ? എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന്. അപ്പൊ ഈ കമ്മിറ്റി കൂടുമ്പം ദൈവസഭയായിട്ട്, ദൈവസഭയുടെ മൂപ്പന്മാരും ദൈവസഭയായിട്ട് കൂടുമ്പോൾ ആ കമ്മിറ്റിയുടെ നടുക്ക് ഞാനുണ്ട്. ദൈവവചനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ ഇച്ഛിക്കായെന്നതും പ്രവർത്തിക്കായെന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അതിനോട് ചേർന്നുള്ള വാക്യം വിട്ടത് ചിന്തിക്കരുത്. ഞാൻ ദൂരത്തിരിക്കുമ്പോൾ രക്ഷയ്ക്കായി, നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടെ വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് നമ്മൾ വായിക്കുന്ന പോലെ അതും കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. നോക്കിയാട്ടെ, ഇവിടെ പറയാ അവരുടെ നടുവിൽ ഞാനുണ്ട്, അവരുടെ നടുവിൽ ഞാനുണ്ട്. ഒരു സഹോദരൻ തെറ്റിപ്പോയാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെയാണ്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും ചെന്ന് അവനും മാത്രം ഉള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക. എന്തിനാണ് ഈ 4 സ്റ്റെപ്പ് ഇതൊക്കെ വെച്ചേക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ പിന്നെയും പറയുക, അത് അവന്റെ റെസ്റ്റോറേഷന് വേണ്ടിയും അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയും. എങ്ങനെയാ ഒരുത്തന് തെറ്റിന് ബോധം വരുത്തുന്നേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, നീ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ ആള് പോക്കാന്ന് പറഞ്ഞിട്ടാന്നോ? നമുക്കറിയാമല്ലോ എത്ര അനുനയമായിട്ടും ഒരു പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെട്ടിരിക്കുന്ന സഹോദരനാകുന്നതുകൊണ്ട് ആ വ്യക്തിയെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആ പറയേണ്ടതായ രീതിയിൽ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുക. ഒരുത്തൻ തെറ്റിപ്പോയാലെന്ന് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അതാണ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള സ്നേഹം.
അല്ലാതെ അവന്റെ പിന്നെയും കൊണ്ടുപോയി കല്ലെറിയുകയും അവൻ പിന്നെയും തെറ്റായി പ്രതികരിക്കത്തക്കവണ്ണം അവന്റെ മുറിവിൽ പിന്നെയും വേദന, അല്ലെങ്കിൽ അതില് പിന്നെയും വേദനിക്കത്തക്കവണ്ണം പിന്നെയും കുത്തുകയും ചെയ്യുന്നതല്ല. അവന്റെ തെറ്റ് മനസ്സിലാകുന്നില്ല. അവൻ ഇമോഷണലായിട്ട് അൺസ്റ്റേബിൾ ആയിട്ട് ഇരിക്കുക. എത്ര ശാന്തത നമുക്ക് ഓർക്കാനും. ഇയ്യോബ് ബാധിക്കപ്പെട്ടിരുന്നപ്പോ ഒരാഴ്ച അവര് പോയി മിണ്ടാതിരുന്ന ഈ 3 സ്നേഹിതന്മാര്. നമ്മളാണെങ്കിൽ ഒരാഴ്ച പോയിട്ട് 7 മിനിറ്റ് മിണ്ടാതിരിക്കുവോ? ചെല്ലുന്നതേ അവനെ കുറ്റപ്പെടുത്താനുള്ള ഇതും കയ്യിൽ പിടിച്ചോണ്ടാ ചെല്ലുന്നത്. പിന്നെ എങ്ങനെ ഇതായിരിക്കും? ഒരാഴ്ച അവര് അവിടെ മിണ്ടാതിരുന്നു. അതിനുശേഷം അവര് സംസാരിച്ചതെന്നാ എനിക്ക് നിശ്ചയമായിട്ട് ഓർക്കുന്നില്ല. ഒരാഴ്ച എന്നാ എന്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്താൻ ചെല്ലുമ്പം ആ സൗമ്യതയുടെ ആത്മാവ് എന്ന് പറയുന്നത് എപ്രകാരമായിരിക്കണം എന്നുള്ളത്. കുറ്റം വിധിക്കാനും അവനെ കുറ്റം വിധിക്കാനുള്ള കുറച്ച് വാദങ്ങളും വാദപ്രതിവാദങ്ങളും കുറച്ച് പോയിന്റുമായിട്ടല്ല ചെല്ലേണ്ടത്. യഥാർത്ഥത്തിൽ ആ ഇടയന്റെ ഹൃദയത്തോടെ തന്നെ അവിടെ ചെല്ലാനും അവനെ റിസ്റ്റോർ ചെയ്യാനുമായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടപാട് കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പലപ്പോഴും മുറിവേറ്റിട്ടുള്ള സഹോദരങ്ങളെ ആ ആ ഓർത്ത് അവരുടെ അടുത്ത് ചെന്ന്, അവരിങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും അങ്ങോട്ട് ചെന്ന്, ബ്രദറെ ക്ഷമിക്ക് ബ്രദറെ, ക്ഷമിക്ക് ബ്രദറെ, എന്നോട് ക്ഷമിക്ക് ബ്രദറെ എന്ന് നമുക്ക് പറയാനായിട്ട് ആത്മാർത്ഥമായിട്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലത്, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് നല്ലതാ. നമ്മളെ തന്നെ നീതീകരിക്കുന്നിടത്തോളം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ അത് അറിഞ്ഞിട്ടും സത്യം പുറത്തു പറയാൻ കഴിയാത്ത എത്ര സഹോദരങ്ങളുണ്ട്. മറ്റുള്ളവരെ പേടിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ ക്രിസ്തുവിലുള്ള ഇതിന്റെയും ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ ഏൽപ്പിച്ചേക്കുന്നത്, അത് നിശ്ചയമായിട്ടും അതൊരു വേറൊരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതല്ല. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കാനും ഈ ഇടയന്റെ ഹൃദയത്തോടെ തെറ്റിപ്പോയവരെ തിരഞ്ഞിരുന്ന ഇടയന്റെ ആ ഭാവം മനസ്സിലാക്കി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാനും ഈ ദൈവജനത്തിനും ഇസ്രയേലിനും ഇടർച്ചയില്ലാത്തവരായി എന്ന് പൗലോസ് പറയുന്ന പോലെ അപ്രകാരമായി തീരാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു.